عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, വിശിഷ്ടമായ ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, ഒരുപാട് സമയമായി ഈ സദസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പ്രയാസം ഇല്ലാത്ത ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റിക്ക്. ഇനി കൈയൊക്കെ ഒന്ന് കുടഞ്ഞാട്ടെ. കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഉഷാറാക്കി ഒന്ന് റാഹത്തായിട്ട് എല്ലാം ഉഷാറായോലും മാത്രം ഒന്ന് ഇരിക്കുക. ഇത് എഴുന്നേറ്റ് എൻ്റെ ഇടയിൽ കൂടെ എഴുന്നേറ്റ് പോയില്ല കേട്ടോ. ഇത് അതിനുള്ളൊരു ക്യാപ്പായിട്ട് ആരും കരുതരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹായ കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിൻ്റെ ശരിയായ രൂപവും ശരിയായ വഴിയും സമുദായത്തെ ബോധ്യപ്പെടുത്തുന്നവരും തെര്യപ്പെടുത്തുന്നവരുമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ ഖാദിമുകളും പ്രവർത്തകരുമായ നമ്മൾ എന്നത് കേരളീയ സമുദായത്തിന് എന്നോ ബോധ്യപ്പെട്ട വസ്തുതയാണ്. 5 നേരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. അള്ളാഹുവേ, ശരിയായ വഴിയിൽ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ, ശരിയായ വഴിയിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശരിയല്ലാത്ത വഴികൾ, നേരെയല്ലാത്ത വഴികൾ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാത്ത വഴികൾ ധാരാളം ഇവിടെ ഉണ്ട് എന്ന ഒരു ധ്വനി, വ്യക്തമായ സൂചന ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അക്ഷരമാല എ മുതൽ സെഡ് വരെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് ധാരാളം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആലോചിച്ചു പോകാറുണ്ട്, ഇംഗ്ലീഷ് അക്ഷരമാല സെഡിൽ അവസാനിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരക്ഷരങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ അതിൻ്റെ പേരിലും കേരളത്തിൽ സംഘടനകൾ ഉണ്ടാകുമായിരുന്നു. ഈ സംഘടനകൾ മുഴുവനും സമുദായത്തെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്നാണ്. നമ്മൾ പറയുന്നത് എല്ലാ സംഘടനയുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പിന്നിൽ പോയാൽ സ്വർഗത്തിലെത്തുക എന്നത് സാധ്യമല്ല. സ്വർഗമെന്ന ലക്ഷ്യം നന്നായാൽ പോരാ, ആ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും വഴികളും നന്നായിരിക്കണം. അപ്പൊ ലക്ഷ്യം നന്നാകുന്നതോടുകൂടെ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യമാകുന്ന സ്വർഗപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. ആ സുന്ദരമായ ലക്ഷ്യത്തിലേക്കുള്ള വഴി ഏതാണെന്ന ചോദ്യത്തിന് കൃത്യമായി സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ കാലത്തെ 1,24,000 ചില്ലാനം വരുന്ന അമ്പിയാക്കന്മാർ ഏതൊരു ദൗത്യമാണോ ലോകത്ത് പ്രചരിപ്പിച്ചതെങ്കിൽ അതേ ദൗത്യമാണ് അവസാനത്തെ പ്രവാചകരും അവരുടെ ശേഷമുള്ള ദാഇകളും ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവസാനം വന്ന പ്രവാചകൻ ലോകത്തോട് പറഞ്ഞത് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ
അവരിവിടെ പഠിപ്പിച്ച ദൗത്യമേതാണോ, സന്ദേശമേതാണോ, അതേ സന്ദേശം ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അത് തന്നെയാണ് ഞാനും ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായ തൗഹീദിന്റെ അന്തസത്ത അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ഈ കഴിഞ്ഞുപോയ പ്രവാചകന്മാര് മുഴുവൻ ഇവിടെ പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ്, ഞങ്ങളെ പ്രവാചകരായി നിങ്ങൾ അംഗീകരിക്കുക, അള്ളാഹുവിനെ ഇലാഹായി ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. എല്ലാ പ്രവാചകന്മാരും ഈ ഒരു സന്ദേശം പറഞ്ഞപ്പോൾ പുണ്യപ്രവാചകർ പറഞ്ഞത് ഇത് മാത്രമായിരുന്നില്ല. അവിടുന്ന് പറഞ്ഞത് ഞാനൊരു പ്രവാചകൻ മാത്രമാണ് എന്നല്ല, എന്നെ കൊണ്ട് പ്രവാചക ഡ്യൂട്ടി ഇവിടെ പരിസമാപ്തി കുറിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ വരവോടുകൂടെ വിശുദ്ധമായ ദീൻ സമ്പൂർണമാണ്. എന്നിട്ട് അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പുണ്യപ്രവാചകർ അവസാനത്തെ പ്രസംഗത്തിൽ ഖുതുബത്തുൽ വദാഇൽ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ്. ഈ ദീൻ സമ്പൂർണമാണ്, ഈ ദീൻ പരിപൂർണമാണ്. കാലത്തിനനുസൃതമായി, നാടുകൾക്കനുസൃതമായി, വിഷയങ്ങൾക്കനുസൃതമായി ഇതിലുള്ള നിയമങ്ങൾ എടുത്തു മാറ്റാനോ ആവശ്യമുള്ള നിയമങ്ങൾ ഇതിലേക്ക് ചേർക്കാനോ സാധ്യമല്ലാത്ത വിധത്തിൽ ഇത് സമ്പൂർണമായ മതമാണ്, ഇത് പരിപൂർണമായ മതമാണ്. ലാ റസൂല ബഅദി വലാ നബിയ, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരില്ല, എന്റെ ശേഷം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളൊരു വഹി, ഒരു സന്ദേശം, ഒരു തീരുമാനം ഇനി അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വരില്ല. ഞാൻ അവസാനത്തെ പ്രവാചകരാണ്, വിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്. ഈ പ്രഖ്യാപനം നടക്കുന്നതിന്റെ മുമ്പും അന്നും സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ചിന്താധാരകളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അന്ന് റാഫിളിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. പിൻകാലത്തും അന്നും അതിന്റെ ശേഷമുള്ള ചരിത്ര കാലഘട്ടങ്ങളിലും ഒട്ടനവധി ആളുകൾ, മുഅ്തസിലിയാക്കൾ വന്നിട്ടുണ്ട്, ഖദരിയാക്കൾ വന്നിട്ടുണ്ട്, ദഹ്രിയാക്കൾ വന്നിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞ് നമുക്കൊക്കെ പരിചയമുള്ള നാടായപ്പോഴേക്ക് ഇവിടെ ജിന്നിയാക്കൾ വന്നു. അടുത്ത കാലത്തായിട്ട് ശഅരിയാക്കളും വന്നു. ഇനിവിടെ ആരൊക്കെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ സമുദായം വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നേതാവ് വന്നാൽ ആ നേതാവിന്റെ പേരിൽ ഒരു സംഘടന, അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അതൊരു വിശ്വാസ സംഹിതയായി, അതൊരു പ്രത്യേകമായൊരു മെത്തേഡായി, അങ്ങനെ ജനങ്ങൾ വഴിപിടച്ച് നരകത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കലുഷിതമായൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മഹാനായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ആര് സ്വർഗത്തിൽ കടക്കും, ആരാണ് നരകത്തിന്റെ ആളുകൾ, അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത 2565 ഹദീസ്, നമ്മൾക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന ഹദീസ്, വഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല, ബനു ഇസ്രായേൽ സമുദായം 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ നബി തങ്ങൾ പറഞ്ഞത്, വതഫ്തരിഖു ഉമ്മതി, അവിടെ അണ്ടർലൈൻ ചെയ്യണം, എന്റെ സമുദായം ഭിന്നിക്കും, എന്നെ പ്രവാചകരായി അംഗീകരിക്കുന്നവർ, എന്റെ ചര്യ മുറുകെ പിടിക്കുന്നവർ എന്ന് പറയുന്നവർ, അവർ ഭിന്നിക്കും. അലാ 73 മില്ല, 73 വിഭാഗമായി ഭിന്നിക്കും. ഇത് വിശദീകരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞത് കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിന്റെ ആളുകളായിരിക്കും, എല്ലാവരും നരകാവകാശികളായിരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു സംഘം ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് സ്വർഗത്തിൽ കടക്കുന്ന സംഘം? അവിടുന്ന് പറഞ്ഞ മറുപടി മാ അന അലൈഹി വസുഹാബി, ഞാൻ എവിടെ നിന്നോ അവിടെ നിന്നവർ, എന്റെ സ്വഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർ. അതല്ലാതെ എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും മാർഗത്തിൽ നിന്ന് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ സംഘടനാപരമായ താല്പര്യങ്ങൾക്കോ ആരെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയോ അത് സമുദായത്തിൽ സമർപ്പിക്കുകയോ ചെയ്ത് അത് സത്യമാണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചാലും അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല, അവർക്ക് സ്വർഗത്തിലെത്തുക സാധ്യമല്ല. ഞാനും എന്റെ സ്വഹാബത്തും നിന്നടുത്ത് നിൽക്കണം. ഈ അടിസ്ഥാനപരമായ ഉസൂലിൽ നിന്ന് മാറി പലരും പല ഓഫറുകളും ചെയ്യാൻ തുടങ്ങി. ചിലർ പറഞ്ഞു ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും,
മറ്റു ചിലർ പറഞ്ഞു, ഞങ്ങളെ കൂടെ കൂടിയാൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാം. ആലുവ ത്വരീഖത്തിനെ പോലെയുള്ള കള്ളത്വരീഖത്തുകാരുടെ ഓഫറുകൾ അങ്ങനെയാണ്. ഞങ്ങളെ കൂടെ കൂടിയാൽ മരിക്കണ സമയത്ത് ചിരിച്ചു മരിക്കാം. ഇങ്ങനെ പല ഓഫറുകളും പറഞ്ഞ് പലരും ഇവിടെ വന്നു. എന്നാൽ ഈ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ വഴി അത് അംഗീകരിക്കാത്തവർക്ക് സ്വർഗപ്രാപ്തി സാധ്യമല്ല. എവിടുന്നാണ് ഈ ദീൻ നമ്മളെ കയ്യിൽ കിട്ടിയത്? ഇത് പടച്ചവന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. ഇതല്ലാതെ അള്ളാഹു തആല സ്വീകരിക്കൂല. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ദീൻ മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുന്നു. വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാതു സമയങ്ങളിൽ അതാതു കാലങ്ങളിൽ തനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം പ്രവാചകർക്ക് എത്തിച്ചു കൊടുത്തു. അവിടുന്ന് തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം സ്വഹാബികൾക്ക് എത്തിച്ചു കൊടുത്തു. ആ സ്വഹാബികളാണ് കേരളത്തിൽ വിശുദ്ധമായ ദീൻ കൊണ്ടുവന്നത്. ഈ പറഞ്ഞ പാരമ്പര്യത്തിൽ, ഈ പറഞ്ഞ കണ്ണികളിൽ ഏത് കണ്ണികളെയാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത്? മലക്കുകൾ അവിശ്വസിക്കാൻ നിർവാഹമില്ല. കാരണം മലക്കുകളെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസം അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി അനുസരിക്കുന്നവരും അള്ളാഹുവിന്റെ വിരോധനങ്ങളിൽ നിന്ന് 100% മാറി നിൽക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാത്തവരാണ്. എന്നാൽ പ്രവാചകരെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താണ്? മഹാന്മാരായ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, അവർ നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും അന്നഹും മഅ്സൂമൂന മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ ഖബല അൻ-നുബുവത്തി വ ബഅദഹാ. നുബുവത്തിന്റെ മുമ്പും ശേഷവും പരിപൂർണ്ണ പാപ സുരക്ഷിതരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരിലെ ശ്രേഷ്ഠരാണ് പുണ്യപ്രവാചകർ. എന്നാൽ മഹാന്മാരായ സ്വഹാബത്തോ, ആ സ്വഹാബികളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വഴി പ്രാപിച്ചവരാണെന്ന് പുണ്യപ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴികളിൽ ഒന്നും നമുക്ക് തള്ളുക സാധ്യമല്ല. ഈ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിച്ചോളണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടിനോടടുത്ത കാലമായി കേരളത്തിന്റെയും തമിഴ്നാട്, കർണാടക, വിദേശ രാജ്യങ്ങളായ ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ സൗദി രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സജീവമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിനോടടുത്ത് നിൽക്കുന്ന സംഘടനയുടെ വിശ്വാസങ്ങളിൽ പുതിയ വിശ്വാസമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾ പുതിയ നിലപാടല്ല. 1500 കൊല്ലത്തെ പാരമ്പര്യമുള്ള പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ രൂപത്തെ മാറ്റിമറിക്കലുകളും മാറ്റിത്തിരുത്തലുകൾക്കും സാധ്യമല്ലാത്ത വിധത്തിൽ അതിനെ സമ്പൂർണമായി അതിനെ സംരക്ഷിക്കുന്ന മതിൽക്കെട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ, സമയപരിമിതി മുതൽ ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകൾ, അതിൽപ്പെട്ട ഒരു സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വ്യക്തമായി അറിയേണ്ടതാണ്, അത് ജിന്നൂരിയായ മുജാഹിദാണെങ്കിലും മടവൂരിയാണെങ്കിലും വിസ്ഡം ഗ്രൂപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും ഞാൻ ആ ഫർഅ് തിരിച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്നവർ വഹാബികൾ. എന്നാണ് കേരളത്തിൽ വഹാബിസം വന്നത്? ഹിജ്റ 1115 ജനിക്കുകയും ഹിജ്റ 1206 മരണപ്പെടുകയും ചെയ്ത നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് വഹാബി ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അത് വഹാബി എന്ന പേരിലാണെങ്കിലും മുജാഹിദി എന്ന പേരിലാണെങ്കിലും സലഫി എന്ന പേരിലാണെങ്കിലും ഏത് പേരിലാണെങ്കിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ഈ ആശയം എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തോട് പറയുന്ന, സമുദായത്തോട് പ്രതിനിധാനം ചെയ്യുന്ന, സമുദായത്തിന് സമർപ്പിക്കുന്ന ഈ വിശ്വാസാചാരങ്ങൾക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? അങ്ങേ തല കണക്ക് കൂട്ടിയാൽ ഒരു 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരെ എത്തി നിൽക്കുന്ന പാരമ്പര്യം. നമ്മൾ പറയുന്നത് 300 വർഷത്തെ പാരമ്പര്യമുള്ള ആശയം നമ്മൾക്ക് ആവശ്യമില്ല. 500 വർഷത്തെ പാരമ്പര്യമുള്ള ആശയം നമുക്ക് ആവശ്യമില്ല. 1000 കൊല്ലത്തെ പാരമ്പര്യമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമില്ല. 1500 കൊല്ലത്തെ പാരമ്പര്യം സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന പാരമ്പര്യമല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയിൽ എത്തി നിൽക്കുന്ന പാരമ്പര്യം നമുക്ക് ആവശ്യമില്ല.
അത് എത്ര നല്ല ആശയമാണെങ്കിലും നമുക്കത് ആവശ്യമില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സത്യത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഈ സുന്ദരമായ ദഅവത്തിന് വിഘാതം സൃഷ്ടിച്ച് ഇവിടെ ശൈഥില്യമുണ്ടാക്കിയവർ സത്യത്തിൽ ബിദ്അത്തുകാരാണ്, മുജാഹിദുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ണിയുണ്ട്. ആ കണ്ണിയിൽ ഏതെങ്കിലും ഒരു കണ്ണിയെ തള്ളിപ്പറഞ്ഞാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനില്ല. ഇത് കണ്ടോ നിങ്ങൾ? CP ഉമർ സുല്ലമി എഴുതിയ പുസ്തകമാണിത്. മുഅ്ജിസത്തും കറാമത്തും എന്ന പുസ്തകം CP ഉമർ സുല്ലമി എഴുതിയതാണ്. ഈ പുസ്തകം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലുള്ള ഒരു എഴുത്താണ്. CP ഉമർ സുല്ലമി ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദിന്റെ നേതാവാണ്. എന്താ അദ്ദേഹം എഴുതിയത് അറിയുന്നത്? ഈ പുസ്തകത്തിന്റെ 38ാമത്തെ പേജ്, പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ഒരാൾക്ക് നുബുവത്ത് കിട്ടി പ്രവാചകനായതുകൊണ്ട്, മുഹമ്മദ് നബി നബിയായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. വ്യക്തമായി പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന ദൗർബല്യങ്ങൾ എന്താ? നിസ്കാരം ഉപേക്ഷിക്കും, കളവ് പറയും, കള്ളു കുടിക്കും, വ്യഭിചരിക്കും, പലിശ വാങ്ങും. എല്ലാ തെമ്മാടിത്തരങ്ങളും മനുഷ്യന്മാരുടെ ദൗർബല്യമാണ്. ഇങ്ങനെയുള്ള ദൗർബല്യങ്ങൾ പ്രവാചകനായതുകൊണ്ട് ഇല്ലാതെയാകുന്നില്ല. അത്തരം ദൗർബല്യങ്ങൾ പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുമെന്ന് പച്ചമലയാളത്തിൽ ആധുനിക മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതടിസ്ഥാനത്തിൽ ഇങ്ങനൊരു വിശ്വാസം വെച്ചു പൊറുപ്പിക്കുന്നത് കൊണ്ട് തന്നെ പാരമ്പര്യമായ വിശ്വാസം അവരിൽ ഇല്ല എന്നത് വ്യക്തമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിൽ അവസാനത്തെ കണ്ണി അഥവാ നമ്മൾക്ക് ദീനെത്തിച്ചെന്ന മഹാന്മാരായ സ്വഹാബികളെ സംബന്ധിച്ച് മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? മുജാഹിദ് സമ്മേളനത്തിന്റെ സോവനീറിന്റെ 207ാമത്തെ പേജ് എന്താ അതിൽ എഴുതിയോ നോക്കൂ നിങ്ങൾ. സമയ ചുരുക്കം കൊണ്ട് വേഗത്തിൽ വായിച്ചു പോവുകയാണ്. സ്വഹാബികളും ഖുനൂത്തും എന്നൊരു ഹെഡിങ് കാണാം. ഇതിലെന്താണ് എഴുതി വെച്ചത്? ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിലും ഇസ്ലാഹി പ്രസ്ഥാനം ഒട്ടേറെ സ്വഹാബികളുടെ ധാരണകളെയും അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദുകൾ പറയാൻ, ഞങ്ങൾ ഒരുപാട് സ്വഹാബികളുടെ ധാരണകളെ, വിശ്വാസങ്ങളെ ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ വേണ്ട, ഏതെങ്കിലും ഒരു സ്വഹാബി കേരളത്തിലേക്ക് ദീനുമായി വന്ന ഏതെങ്കിലും ഒരു സ്വഹാബിയെ ഞങ്ങൾ അംഗീകരിക്കൂല, അവരുടെ ആശയങ്ങൾ ഞങ്ങൾ വലിച്ചെറിയുമെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കിട്ടിയ ദീന് എവിടെ നിന്ന് കിട്ടിയതാണ്? അതുകൊണ്ട് പാരമ്പര്യമായി വന്ന ഈ സുന്ദരമായ വിശ്വാസത്തെ അവഗണിച്ചും അതിന് ശിഥിലമാക്കിയും കേരളത്തിന്റെ മണ്ണിൽ വിശ്വാസപരമായ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കിയത് ഈ പറയപ്പെട്ട മുജാഹിദുകളാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ സംഘടന മൗദൂദികളാണ്. മൗദൂദികൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാർക്ക് തിരിഞ്ഞോളന്നില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയണം. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട്, ഈ തുലാസൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമുണ്ട്, വെള്ളിക്കോല് എന്നാണ് അതിന്റെ പേര്, വെള്ളിക്കോല്. ആ വെള്ളിക്കോല് ഉപയോഗിച്ചിട്ട് വ്യാപകമായി തൂക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് കേട്ടാ തോന്നും ഇത് മുഴുവനും വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അത് ഒന്നായിട്ട് ഉരുക്കിയാൽ 0.5% പോലും വെള്ളി കിട്ടൂല. എന്നാലും സാധുവിന്റെ പേര് വെള്ളിക്കോല് എന്നാണ്. ഇതുപോലത്തെ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആരാണ് ഈ സംഘടന രൂപീകരിച്ചത്? അബുൽ അഅ്ല മൗദൂദി. 1941കളിൽ സജീവ സാന്നിധ്യമായി കേരളത്തിലേക്ക് വന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങേതല കണക്ക് കൂട്ടിയാൽ 100-ൽ താഴെ വർഷത്തെ പാരമ്പര്യമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി സമുദായത്തോട് പറയുന്ന വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും ലേഖനങ്ങൾക്കും പ്രബന്ധങ്ങൾക്കും ഫത്വകൾ ഉണ്ടെങ്കിൽ അവകൾക്കും 100 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം ആർക്ക് വേണം? ഇത് 100 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസം ആർക്ക് വേണം? അങ്ങനത്തെ ഒരു വിശ്വാസ സംഹിത നമ്മൾക്ക് ആവശ്യമില്ലേ ഇല്ല. ഞാൻ അവരുടെ ഭരണഘടനയിലേക്ക് മറ്റുമൊന്നും കടക്കുന്നില്ല. അതുപോലെ മറ്റൊരു സംഘടനയാണ് ഖാദിയാനികൾ. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ കേരളത്തിന്റെ പല ഭാഗത്തും ചെറുതായിട്ടെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഖാദിയാനികൾ, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ആരാണ് ഈ ഫിത്ന നാട്ടിലുണ്ടാക്കിയത്? 1835-ൽ പഞ്ചാബിലെ ഖാദിയാനിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ്
ഈ ഒരു വാദം ആദ്യമായിട്ട് ഉന്നയിച്ച് ഇങ്ങനത്തെ ഒരു വിശ്വാസം ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം വലിയായി വാദിച്ചു ഇയാൾ, മുഹദ്ദിസായി വാദിച്ചു ഇയാൾ, മുജദ്ദിദായി വാദിച്ചു ഇയാൾ, അങ്ങനെ പല വാദങ്ങളും ഇയാൾ വാദിച്ചു. അങ്ങനെ ഇതൊക്കെ ഭ്രാന്തന്മാരുടെ വാദമായി സമുദായവും പണ്ഡിതന്മാരും തള്ളി. അവസാനം ഇയാള് ഞാൻ പ്രവാചകനാണ്, ഖതുമുൻ നുബുവത്തി എന്നിലാണ് ഇയാൾ വാദിച്ചു, ഞാൻ അവസാനത്തെ നബിയാണ്. അപ്പം അതിവിടെ ഉണ്ടായിരുന്ന മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് തോന്നി ഇത് പിരാന്ത് നെറുന്തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നോക്കിന്നാ പറ്റൂല. അങ്ങനെയാണ് സമസ്തയുടെ തീരുമാനം, ഫത്വ വന്നത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്താണ്. അതുപോലെ കേരളത്തിൽ വന്നൊരു മറ്റൊരു സംഘടനയാണ്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്, തബ്ലീഗ് ജമാഅത്തുകാരെ കണ്ട സമസ്തന്റെ മുശാവറ മെമ്പറാന്നൊക്കെ തോന്നും. ഞെരിയാണിന്റെ മേപ്പെട്ടുള്ള തുണി, വലിയൊരു താടിയും തലയെക്കൊട്ടും തോപ്പിയും ചെറിയ തുണിശാപ്പൊക്കെ തുടങ്ങാൻ പറ്റും മൂപ്പർ ഒന്നായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ. ഈ രൂപത്തിൽ കോലം കെട്ടി നടക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാർ പരസ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണവർ. ഈ തബ്ലീഗ് ജമാഅത്തുകാർ കേരളത്തിൽ കൊണ്ടുവന്ന വിശ്വാസം എത്ര വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസമാണ്? അതല്ലെങ്കിൽ ആര് കൊണ്ടുവന്ന വിശ്വാസമാണ് തബ്ലീഗ് ജമാഅത്തുകാരുടേത്? ഹിജ്റ 1303 ജനിക്കുകയും ഹിജ്റ 1363 മരിക്കുകയും ചെയ്ത ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ. ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ് കൊണ്ടുവന്ന ഈ ആശയങ്ങൾ തനിച്ച ബിദ്അഈ ആശയങ്ങളാണ്, തനിച്ച ബിദ്അഈ ആശയങ്ങൾ. അതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് കണ്ടോ നിങ്ങൾ, തബ്ലീഗ് ജമാഅത്തുകാർ പുറത്തിറക്കിയ ഖുർആനിന്റെ പരിഭാഷയാണിത്, മഅരിഫുൽ ഖുർആൻ. ആരാണിത് വിവർത്തനം ചെയ്തത്? തബ്ലീഗ് ജമാഅത്തുകാരുടെ ഔദ്യോഗിക സ്ഥാപനമുണ്ട് ആലുവയിലെ എടത്തലയിൽ, അൽ ജാമിഅത്തുൽ കൗസരിയ. അതിന്റെ പ്രിൻസിപ്പൽ അബ്ദുൽ കരീം മൗലവി എഴുതിയ ഖുർആനിന്റെ പരിഭാഷ, ഇതിന്റെ പേര് മഅരിഫുൽ ഖുർആൻ എന്നാണ്. ഈ ഖുർആൻ പരിഭാഷയുടെ 142ാമത്തെ പേജ് തബ്ലീഗ് ജമാഅത്തുകാരുടെ ഖുർആൻ പരിഭാഷയാണ്. ഈ ഖുർആൻ പരിഭാഷയുടെ 142ാമത്തെ പേജിൽ കാണാം, മക്ക മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും അറുക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാണ്. ഇങ്ങനെ ഒരു വാദം ഈ പറയപ്പെട്ട നജ്ദുകാരനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയോ ഈ പറയപ്പെട്ട മുഹമ്മദ് ഇല്യാസി സാഹിബിന്റെയോ മുമ്പ് ആരാണ് ലോകത്ത് ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നത്? നബിദിനം കഴിക്കുന്നത് ശിർക്കാണെന്ന ഒരു വാദമാണ് തബ്ലീഗ് ജമാഅത്തുകാരൻ എഴുതിയത്. അതിന് ശിർക്ക് എന്താണെന്ന് പഠിക്കണം, എന്താണ് തൗഹീദ് എന്ന് പഠിക്കണം. തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും ദുആ എന്താണെന്നും ഇബാദത്ത് എന്താണെന്നും മുൻവിധിയില്ലാതെ നേതാക്കളുടെ താരീഫ് പഠിക്കാതെ ഇമാമുമാർ ഇതിനെ പഠിപ്പിച്ച നിർവചനങ്ങൾ അത് കൃത്യമായി പഠിപ്പിച്ചെങ്കിൽ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വരാൻ സാധ്യമല്ല. തൗഹീദിന്റെ നേരെ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. തൗഹീദ് എന്നാൽ ഏകദൈവ വിശ്വാസമാണ്. അല്ലാഹു തആല എല്ലാ വിഷയങ്ങളിലും ഏകനാണ്. അത് പഠിപ്പിക്കാനാണ് സൂറത്താണ് സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗഹീദ്. എല്ലാ വഹദാനിയത്തും അല്ലാഹുവിന്റെ വഹദാനിയത്ത് അതിൽ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ അന്തസത്ത അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ തൗഹീദിന്റെ വിരുദ്ധമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുകാരെ ചേർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ വചനങ്ങളുടെ നേർവിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ബഹുദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം. നബിദിനം നടത്തുന്നതിൽ എവിടെയാണ് ബഹുദൈവ വിശ്വാസമുള്ളത്? മരിച്ചോടത്ത് ദ്വാരക്കുന്നതിൽ എവിടെയാണ് ബഹുദൈവ വിശ്വാസം? മൗലിദ് ഓതുന്നതിൽ എവിടെയാണ് ബഹുദൈവ വിശ്വാസം? അംഗീകരിക്കാത്തവർക്ക് തെറ്റെന്ന് പറയാം, പക്ഷെ ശിർക്ക് എന്ന് പറയാൻ നിർവാഹമില്ല. സാധാരണക്കാരൊക്കെ അത് പഠിക്കേണ്ടതാണ്. വ്യക്തമായ വിഷയങ്ങൾ എഴുതിയൊരു മലയാളത്തിൽ പുസ്തകമുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് എഴുതിയ പുസ്തകമുണ്ട്. സാധിക്കുന്നവർ അതൊക്കെ ഒന്ന് വായിക്കണം. സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. തൊട്ടതും തോണ്ടിയതൊക്കെ ശിർക്കാകുമ്പോൾ ശിർക്കിന്റെ നിർവചനവും ശിർക്കിന്റെ മാർഗരേഖകളും ശിർക്കല്ലാത്ത വിശ്വാസങ്ങളും അത് താരതമ്യം ചെയ്യാൻ കഴിയണം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ കേരളത്തിലെ
പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് ശൈഥില്യമുണ്ടാക്കിയ മറ്റൊരു സംഘടനയാണ് ചേകനൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. സുബ്ഹാനല്ലാഹ്. ആ സംഘടനക്ക് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാറിൽ ഇന്നും യൂണിറ്റ് ഉണ്ട്. അയാളുടെ സംഘടനയുടെ പേരാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ചേകനൂർ മൗലവിയുടെ. അയാൾ മലയാളത്തിലെ പുസ്തകം എഴുതിയിട്ടുണ്ട്. നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും പറ്റിയ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും പറ്റിയ പുസ്തകം. അപ്പൊ ആ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ നിസ്കരിച്ചോളണമെന്നില്ല. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഉളൂവിന്റെ ആവശ്യമില്ല. ഇനി ഉളൂ ഇല്ലെങ്കിൽ മാത്രമല്ല ഔറത്ത് മറച്ചോളണമെന്നില്ല. ഭക്ഷണം കഴിച്ചോ നിസ്കരിക്കണമെന്നില്ല. ഭക്ഷണം കഴിക്കാൻ വിശപ്പുള്ളവോ നിസ്കരിച്ചോളണമെന്നില്ല. ജോലിക്ക് പോകണോ നിസ്കരിച്ചോളണമെന്നില്ല. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവനും നിസ്കരിച്ചോളണമെന്നില്ല. ഉറക്ക് തൂങ്ങിയോ നിസ്കരിച്ചോളണമെന്നില്ല. ഉറക്ക് കഴിഞ്ഞിട്ട് ക്ഷീണതികളുള്ളവനും നിസ്കരിച്ചോളണമെന്നില്ല. അതാണ് നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും ബുദ്ധിമുട്ടവർക്ക് നിസ്കരിക്കാത്തവർക്കും പറ്റിയ പുസ്തകം. ആ പുസ്തകം അംഗീകരിക്കുന്ന ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. എന്താ സംഘടനയുടെ പേര്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അങ്ങനത്തെ പേര് ദുന്യാവിൽ ഒരാൾക്ക് തിരയിടാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും നല്ലൊരു പേരാണ്. ഓൽക്കും ഉള്ളത് വിശുദ്ധ ഖുർആനാണ്. പാരമ്പര്യമായ വിശ്വാസത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ശൈഥില്യം കേരളത്തിന്റെ മണ്ണിൽ വിതച്ചവരാണവർ. ഇങ്ങനെയുള്ള പുതിയ പുതിയ വിശ്വാസങ്ങൾ, പാരമ്പര്യതയിൽ കേട്ടുകേൾവിയില്ലാത്ത വിശ്വാസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവസാനത്തെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ ദീൻ സമ്പൂർണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ പ്രഖ്യാപനം നടക്കുന്നെന്ന് ഏത് ഭാഷയിലാ ഖുതുബ? അറബി ഭാഷയിൽ. തർക്കമില്ല. പിൻകാലത്ത് ആരെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതണമെന്നോ ഓതിയാൽ കുഴപ്പമില്ലെന്നോ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ പരിപൂർണമായ സമ്പൂർണമായ ദീനിൽ നിന്ന് പുറത്താണ്. അത് താടിണ്ടോന്നോ നിസ്കാരത്താമ്പുണ്ടോന്നോ പാന്റ് ഞെരിയാണിന്റെ മേലെ കാണുന്നൊന്നും നോട്ടല്ല. സമ്പൂർണമായ മതത്തുനിന്ന് പുറത്താണ്. ഈ ദീന് സമ്പൂർണമാണെന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചെന്ന് എത്ര റക്അത്താ മക്കത്തും മദീനത്തും തറാവീഹ് 20 റക്അത്ത്. പിൻകാലത്ത് ആരെങ്കിലും 8 മതിയെന്നോ 12 മതിയെന്നോ വിശ്വസിക്കുകയോ എഴുതുകയോ അങ്ങനെ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അത് സമ്പൂർണമായ മതത്തുനിന്ന് പുറത്താണ്. അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി. സമ്പൂർണമായ മത ഇസ്ലാമിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. ഇസ്ലാമിൽ അങ്ങനെ കാഴ്ചപ്പാടില്ല. അവ ഇസ്ലാമിന്റെ പേരിൽ പറയുന്നുണ്ടല്ലോ, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. അത് സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. നമ്മുടെ കൈകളിലുള്ളത് ഇത് സമ്പൂർണമായ മതമാണ്. ആ മതത്തിൽ നിന്ന് പുറത്തുള്ള ഞാൻ ഒരുപാട് പറയാനുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? 2015 ജനുവരിയിൽ പുറത്തിറങ്ങിയ പിടവ മാസികയാണ്. ഈ പിടവ മാസികയിൽ വിശദമായി ഇതിന്റെ 20ാമത്തെ പേജിൽ കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 2015 പുറത്തിറങ്ങിയ പിടവ മാസിക കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരെയാണ് പരിചയപ്പെടുത്തേണ്ടത്? കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന മാലിക് ബിൻ ദിനാറിന്റെയും മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അന്ന് കേരളത്തിൽ വന്ന 12ഓളം വന്ന സ്വഹാബികളുടെ ഭാര്യമാരോ പെങ്ങന്മാരോ പെൺമക്കളോ ബന്ധപ്പെട്ടവരോ കേരളത്തിൽ പള്ളിയിൽ പോയി എഴുതണം. കാരണം ഓലല്ല ദീൻ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സ്വഹാബികളെ എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? അതൊന്നും എഴുതാനില്ല. ഈ 2015 അവരെഴുതിയത് നോക്കൂ നിങ്ങൾ. പള്ളിയിൽ പോയ പെണ്ണുങ്ങളുടെ പോരിച്ചയും അവരുടെ പേരും: പൂവൻകാവിൽ ഖദീജ കുട്ടി, നീമ്പറ്റ മറിയം, പഞ്ചയങ്കോടം പാത്തുമ്മത്താത്ത, വാളാമ്പറമ്പൻ പാത്തുമ്മത്താത്ത, പട്ടാളം ചാൽ ബിയ്യക്കുട്ടി തുടങ്ങി 10 സ്ത്രീകളാണ് എടവണ്ണയിൽ ആദ്യമായി അന്ന് വെള്ളിയാഴ്ചയിലെ ജുമഅസ്കാരത്തിൽ പങ്കെടുത്തത്. ഇതൊന്നും കേരളത്തിലേക്ക് വന്ന സ്വഹാബിയാളെ പങ്കന്മാരോ പെണ്ണുങ്ങളോ അല്ലത്. അങ്ങനെയാണെങ്കിൽ അവരല്ലേ പറയേണ്ടത്? ആ കാലഘട്ടത്തിൽ പോയില്ല, അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലും പോയില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എടവണ്ണയിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയതാണ്. പെണ്ണുങ്ങൾ പള്ളി പോകുന്നതിനുള്ള തെളിവ് ഇതാ നമ്മൾ പറഞ്ഞത്. ഇത് സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനെ ഒരു ഇസ്ലാം ദീനിലില്ല. ഇത് പാരമ്പര്യമായ
വിശ്വാസങ്ങളെ ശൈഥില്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഒരുപാട് പറയാനുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് കണ്ടോ നിങ്ങൾ, മുസ്ലിങ്ങളിൽ അനാചാരങ്ങൾ ഒരു സമഗ്ര പഠനമെന്ന് പറഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ സുബ്ഹാനല്ലാഹ്, ഈ പുസ്തകം എഴുതിയത് RSSകാരോ BJPക്കാരോ ആണെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാവും. അങ്ങനത്തെ എഴുത്താൻ എഴുതിയത്. എന്താ എഴുതിയത്? ഇതിന്റെ 297-ാമത്തെ പേജ്, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ല് എന്നാണ് ഹെഡിങ്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ഹജറുൽ അസ്വദ് സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്ന ഒരു ഹദീസും തന്നെ സ്വഹീഹായിട്ട് വന്നിട്ടില്ല. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലല്ല. ഇങ്ങനെ എഴുതിയിട്ട് ഈ പുസ്തകത്തിൽ ഒരുപാട് ഓഫറത്ത് എഴുതിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിലവർ എഴുതിയ മറ്റൊന്ന്, സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത എന്നൊരു ഹെഡിങ് കാണാം. എന്താണ് അവർ എഴുതിയത്? ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദിന്റെ നേതാവ് എഴുതിയതാണ്. അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ശൈഥില്യമുണ്ടാക്കി കേരളീയ മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ സംസം വെള്ളത്തിനെ പറ്റി എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശമനം ലഭിക്കുവാൻ വേണ്ടി തേൻ കുടിക്കുവാനും ജീരകം ഉപയോഗിക്കുവാനും മറ്റും ഉപദേശിച്ചത് കാണാം. എന്നാൽ സ്വഹീഹായ ഒരു ഹദീസിൽ പോലും സംസം കുടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടെങ്കിലും ഉപദേശിച്ചത് കാണാൻ സാധ്യമല്ല. ഇവരും സ്വർഗത്തുക്ക് പോകും അത്രേ. പഴച്ചു കാണും സ്വർഗത്തുക്ക് പോകുന്ന എനിക്ക് അഭിപ്രായമില്ല. നേരിട്ട് ഏതായാലും പോകൂല, വഴി പഴച്ചു കാണുണ്ടല്ലോ ഒരു പോകല്. ഇങ്ങനെ പാരമ്പര്യമായ വിശ്വാസങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും ലേഖനങ്ങളും മുജാഹിദ് പ്രസ്ഥാനം സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് പാരമ്പര്യമായ വിശ്വാസങ്ങളെ ഇവിടെ തകിടമറിച്ചിട്ടുള്ളത്, ശിഥിലമാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴോട്ടോ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ ഓര് പറഞ്ഞത് ശരിയാണ്, ഇവരും പറഞ്ഞത് ശരിയാണ്. അങ്ങനെ രണ്ട് ശരി ഉണ്ടാവില്ല. ഒരു ശരി ഒരു തെറ്റ്. എങ്ങനെ രണ്ട് ശരി ഉണ്ടാവണം? ഒരു ശരി ഒരു തെറ്റ്. അത് ആർജവത്തോടെ പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് സാധിക്കണം. ഇങ്ങനെ കയറുകൊണ്ട് അയല് കെട്ടിയാലും കോഴി കയറുന്ന രംഗം നിങ്ങൾ നോക്കി. നിങ്ങൾ കോഴി അമല് കയറി ഒന്ന് മുന്നോക്ക് പോകും, ബാക്കൊക്കെ വരും, മുന്നോക്ക് പോകും, ബാക്കൊക്കെ വരും. സാധുവിന്റെ സെക്കൻഡ് പോലും അവിടെ ഇസ്തിഖ്റാറത്ത് നിൽക്കാൻ കഴിയൂല. ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിട്ട് എങ്ങനെ സ്വർഗത്തിലേക്ക് പോകും? ആ സ്വർഗത്തിൽ പോകുന്നവരെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വസുഹാബി എന്നാണ്. ഈ ചര്യയിൽ നിന്ന് അതിവേഗം ബഹുദൂരം അപ്പുറം കടന്നവരാണ് കേരളത്തിലെ ബിദ്അത്തുകാർ. അത് ഏത് പേര് അറിയപ്പെട്ടാലും ഏത് ഇനീഷ്യൽ അറിയപ്പെട്ടാലും അങ്ങനെ തന്നെയാണ്. പിന്നെ വർത്തമാന കേരളത്തിൽ മുജാഹിദുകളുടെ ഐക്യവുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ ഈ ഐക്യം ഒരുപാട് വേദികൾ നമ്മൾ വിശദീകരിച്ചതാണ്. ഇത് തൗഹീദും ശിർക്കും തമ്മിലുള്ള ഐക്യമാണ്. തൗഹീദും ശിർക്കും തമ്മിലുള്ള ഐക്യമാണെന്ന് പറയാൻ കാരണം, ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നും ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നുമാണ് ഒരു കൂട്ടരുടെ വിശ്വാസം. അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഇസ്ലാമിന് പുറത്താണെന്നാണ് മറുഭാഗത്തിന്റെ വിശ്വാസം. ഇത് രണ്ടും കൂടി ഒലക്കും പാന്തിയോ ചുട്ടിയ മാതിരിയാണ്, യോജിക്കൂല. എന്നാൽ ഇത് രണ്ടിലേതെങ്കിലും ഒരു വിഭാഗക്കാർ മാപ്പ് പറയുകയോ ആ തീരുമാനത്തിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ മാറിയെന്ന് പരസ്യമായി പറയുകയോ ചെയ്യാത്തിടത്തോളം കാലം ഈ ഐക്യം എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ള ഒരു ഗൂഢമായ തന്ത്രമാണെന്ന് ബലമായി നമ്മൾ സംശയിക്കുന്നു. കാരണം കേരളത്തിന്റെ പല ഭാഗത്തിൽ നിന്നും തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ പലരെയും പിടിക്കപ്പെട്ടു. നമ്മൾ ആരും ഭീകരവാദികളാന്ന് പറയല്ല, പലരെയും പിടിക്കപ്പെട്ടു. 30ഓളം ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ പിടിക്കപ്പെട്ടു. ഇവിടെ പെരിങ്ങത്തൂരിൽ നിന്ന് പിടിച്ചു ഏതാനും ആളുകളെ, തൃക്കരിപ്പൂരിൽ നിന്ന് പിടിച്ചു, കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്ന് പിടിച്ചു, തിരുവനന്തപുരം ജില്ലയിലെ ഏതാനും ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചു. ഈ പിടിക്കപ്പെട്ടവർ മുഴുവനും മുജാഹിദിന്റെ നേതാക്കളോ അനുയായികളോ അതിന്റെ സഹകാരികളോ ആയിരുന്നു. സമസ്തക്കാരോ സുന്നികളോ ആയിരുന്നില്ല എന്നർത്ഥം. ആ പിടിക്കപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് വിശ്വാസത്തിൽ അമിതമായ വായന അവർ വായിച്ചു. അമിതമായ വായന, അള്ളാഹു കാണാത്തൊരു കാഴ്ച, ഈ ദീൻ കൊണ്ടുവന്ന നബിതങ്ങൾ കാണാത്തൊരു കാഴ്ച, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങൾ കാണാത്തൊരു വ്യാഖ്യാനം, മുഫസ്സിരീങ്ങൾക്കില്ലാത്തൊരു വ്യാഖ്യാനം, മുഹദ്ദിസീങ്ങൾക്കില്ലാത്തൊരു വ്യാഖ്യാനം,
കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കന്മാരും പ്രസംഗിച്ചു. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അവരുടെ പ്രസംഗത്തിൽ നേതാക്കന്മാരിൽപ്പെട്ട ശംസുദ്ദീൻ ബാലത്തിന്റെ പ്രസംഗം മതിരി കടന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്? നമ്മൾക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ നബി ജീവിച്ചതുപോലെ ജീവിക്കണം. അപ്പൊ നബി തങ്ങൾ എവിടെ ജീവിച്ചത്? മരുഭൂമിയില്. നമ്മൾ എവിടെ ജീവിക്കണത്? കേരളത്തിൽ മരുഭൂമി ഉണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിൽ ജീവിച്ചാൽ നബി ജീവിച്ച സുന്നത്ത് കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മരുഭൂമിക്ക് പോകണം. അതിന് യമനക്കായാലും പാടില്ല, സിറിയക്കായാലും പാടില്ല, ബസറേക്കായാലും പാടില്ല, മരുഭൂമിയുള്ളടത്തേക്ക് പോയി ജീവിച്ചെങ്കിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ കണ്ടം പോലും കൊഴിഞ്ഞാടാതെ നമുക്ക് കിട്ടുള്ളൂ. സാധുക്കൾ പലരും വണ്ടി കയറിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാദം, ജീപ്പിൽ കയറാൻ പറ്റുമോ? പറ്റൂല. എന്തേ? നബി ചെയ്തിട്ടില്ല. ബസ്സിൽ കയറാൻ പറ്റുമോ? പറ്റൂല. എന്തേ? നബി ബസ്സിൽ കയറിയിട്ടില്ല. അപ്പൊ നബി ചെയ്യാത്തതോ ബിദ്അത്താണ്. ബിദ്അത്ത് മുഴുവനോ കുല്ലു ബിദ്അത്തിൻ ളലാല, ഒക്കെ പേച്ചതാണ്. അപ്പൊ ബസ് കയറിയോ ഒരൊറ്റൊരു സ്വർഗത്ത് പോകൂല. ആന്തേ? നബി അങ്ങനെ കയറിയിട്ടില്ല. അപ്പൊ പിന്നെ നബി കയറിയ വാഹനം ഏതാ? ഒട്ടകാണ്. ഒട്ടകത്തുമ്പോ കയറിയാലേ ആ സുന്നത്ത് കിട്ടുള്ളൂ. കേരളത്തിൽ ഒട്ടകത്തുമ്പോ കയറാൻ നിർവാഹമില്ല. മൃഗശാലയിൽ കയറിയ പൂതി തീരോടും കയറാൻ യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ യാത്ര ചെയ്യണമെങ്കിലോ ഒട്ടകളിലോട്ട് പോകണം. അതെവിടെയാണ്? യമനിലാണ്, സിറിയയിലാണ്. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറിയ സുന്നത്ത് കിട്ടാൻ സുന്നത്ത് ജമാഅത്ത് തരിപ്പിൽ കയറിയ മുജാഹിദുകൾ ഗൾഫിക്ക് പോയി. അതിന് സുന്നത്ത് ജമാഅത്ത് തരിപ്പിൽ പോകാന്ന് അതിനൊക്കെ പറയാം. അങ്ങനെ പലരും വിദേശത്തേക്ക് പോയി. അവര് മുഴുവനും വിശുദ്ധ ഖുർആനിന്റെ തിരു ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ അമിതമായ വായന വായിച്ചു. ഇങ്ങനെ ഇവർ യമനുക്കും സിറിയക്കും പോയപ്പോ കേരളത്തിലെ ചരിത്രം എന്താ? മഹാനാ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുൻഗാമികൾ ശംസുൽ ഉലമയുടെ മുൻഗാമികൾ ഓനൊക്കെ യമനിന്ന് കേരളത്തിലേക്ക് ഇങ്ങോട്ട് വന്ന കപ്പലിൽ പറഞ്ഞ് അങ്ങോട്ട് പോവാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അന്തം എന്ന സാധനം കുറച്ചെങ്കിലും വേണ്ടേ? അപ്പൊ യമനിലുള്ള ദീന് കേരളത്തിലുണ്ട്. ആരെ കൊണ്ടുവന്നു? വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുൻഗാമികൾ കൊണ്ടുവന്നു. ശംസുൽ ഉലമയുടെ മുൻഗാമികൾ കൊണ്ടുവന്നു. കോഴിക്കോടുള്ള ഒരുപാട് സാദാത്യങ്ങളുടെ കബീലയെ അതിന്റെയൊക്കെ അസിൽ പരിശോധിച്ചാൽ യമനാണ്. അപ്പൊ ഓരൊക്കെ യമനിന്ന് കേരളത്തിലേക്ക് വന്നു. യമനി ദീനി, യമനി പാരമ്പര്യം കേരളത്തിൽ പ്രചരിപ്പിച്ചു. ഇത് നോക്കിയിട്ട് കേരളത്തിലെ മുജാഹിദിനെ കാണണില്ല. കാരണം അജാദി കണ്ണവർക്കില്ല. അപ്പൊ ഈ ദീനും പരതിയിട്ട് യമനിലേക്ക് അങ്ങോട്ട് പോയി. നമ്മൾ പറഞ്ഞു അങ്ങനത്തെയുള്ള തീരുമാനങ്ങളും പ്രസംഗങ്ങളും അപകടകരമാണ്. അവരങ്ങനെ പ്രസംഗിച്ചു എന്നല്ല, വ്യാപകമായ ലഘുലേഖകൾ അവരെഴുതി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഔദ്യോഗികമായി കേന്ദ്രം പുറത്തിറക്കിയ ഒരുപാട് ലഘുലേഖകൾ, ആ ലഘുലേഖകളിൽ വ്യാപകമായിട്ട് ഇത്തരം വിഷയങ്ങൾ അവരെഴുതി. അതിന്റെ പേരിൽ പലരെയും പിടിക്കപ്പെട്ടപ്പോൾ ആ പിടിക്കപ്പെട്ടവർ മുഴുവനും ബിദ്അത്തുകാരായി. ഇങ്ങനെ പോയാൽ നമ്മൾ ഭിന്നിച്ച്, ജിന്ന് പറഞ്ഞ്, ശൈത്താൻ പറഞ്ഞ്, ഗ്രൂപ്പ് പറഞ്ഞ് നമ്മൾ ഭിന്നിച്ചു നിന്നാൽ നമ്മൾ തകർക്കപ്പെടും. അതുകൊണ്ട് പുറത്തെങ്ങനായാലും വേണ്ടിയില്ല, ഉള്ളിലെങ്ങനായാലും വേണ്ടില്ല, വിശ്വാസം എങ്ങനായാലും വേണ്ടില്ല, ഒന്നിച്ചാണെന്ന് പൊതുജനം മനസ്സിലാക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശിർക്കും തൗഹീദും തമ്മിലുള്ള ഐക്യമാണ് ഇന്ന് മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോട് സ്വസ്ഥമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ ഈ സത്യം അവർ തുറന്നു പറയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ആശയങ്ങൾ കൊല്ലാകൊല്ലം തിരുത്തി, മാസാമാസം തിരുത്തി വിശുദ്ധമായ ദീനിനെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നവർ കേരളത്തിലെ ബിദ്അത്തുകാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ വായിക്കാം. ഇത് കണ്ടോ നിങ്ങൾ? ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്നൊരു പുസ്തകം. ഇത് എഴുതിയത് ചില്ലറക്കാരനൊന്നുമല്ല, സക്കരിയ സ്വലാഹി എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ സുബ്ഹാനല്ലാഹ് എന്താണ് അദ്ദേഹം എഴുതുന്നത്? ഇതിന്റെ 64-ാമത്തെ പേജിൽ ഒരു ഇസ്ലാമിക സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ എഴുതിയ പുസ്തകമാണിത്. ഇതിന്റെ 64-ാമത്തെ പേജിൽ എന്താ അയാൾ എഴുതിയത്? ചുരുക്കത്തിൽ, കുറെ അന്തല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അവസാനം അയാൾ പറയാണ് ചുരുക്കത്തിൽ, അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. ഇതെന്ത് ദീനാത്? മലയാളത്തിൽ ഇയാൾ എഴുതിയതാണിത്. അപ്പോൾ വ്യക്തമായ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ദീൻ ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. ഇതെന്താണ്? പോപ്പിന്റെ വത്തിക്കാന്റെ ദീനല്ല ഇത്, അള്ളാന്റെ പരിശുദ്ധമായ ദീനാണ്. ഞങ്ങൾ സൗകര്യം പോലെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇയാൾ നിർത്തിയില്ല. പിന്നെ ഇയാൾ ഇതെന്താ? നിങ്ങള്
പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. ഇതിങ്ങനെ തിരുത്തി മരിക്കണതിന് മുമ്പ് തിരുത്തിയത് ചെയ്യാനൊരു നേരം വേണ്ടേ? ഞങ്ങൾ വീണ്ടും തിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് നാം തിരുത്തിയതുമായ ചില കാര്യങ്ങളെ ഇന്നത്തെ ആദർശ വ്യതിയാനത്തിന് ന്യായീകരണമായി കണ്ടുകൂടാ. അങ്ങനെ ഞങ്ങൾ തിരുത്തിക്കണമെന്ന് കരുതിയിട്ട് അത് ആദർശ വ്യതിയാനമല്ല. പിന്നെ അതിന്റെ പേര്, ഇതിന്റെ പേരാണ് സാധു ആദർശ വ്യതിയാനം. കഴിഞ്ഞൊല്ലത്തതല്ല ഇക്കൊല്ലം, ഇക്കൊല്ലത്തതല്ല നാളെ വരണത്, നാളത്തതല്ല പിന്നത്തെ കൊല്ലം പറയണത്. ഏത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പിന്നാലെ കൂടുന്നത്? ഇക്കൊല്ലം ശിർക്ക് ആയത്, ഇനി വരാൻ പോണ കൊല്ലം തൗഹീദാണ്. ഞങ്ങൾ അങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനെ സംബന്ധിച്ച് ആദർശ വ്യതിയാനം എന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് അദ്ദേഹം ബാക്കി എഴുതാണ്, കാരണം അന്ന് നമുക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു. ഇന്നാകട്ടെ പ്രാമാണികമായി അതെല്ലാം തെറ്റാണെന്ന് നാം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണ്ട് നമുക്കിത് കിട്ടിയില്ല. ഈ തെളിവ് എന്ന് പറഞ്ഞാൽ കൊട്ടയായിട്ട് അല്ലെങ്കിൽ വലിയായിട്ട് പോയിട്ട് തോട്ടുകൂടെ കോരി കിട്ടുന്ന സാധനമല്ലത്. അത് കിതാബ് ഓതി പഠിക്കുമ്പോൾ കിട്ടുന്നതാണ്. മുജാഹിദ് സെന്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന കുറിപ്പാത്തുമായി പ്രഭാഷണത്തിന് വരുന്നവർക്ക് മലയാള പുസ്തകങ്ങളും പരിഭാഷകളും മാനദണ്ഡമാക്കുന്നവർക്ക് എങ്ങനെ തീ മനസ്സിലാകും? ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കണം. മുറുക്കി പിടിച്ചിട്ട് കാര്യമില്ല, തുറന്നു നോക്കണം. അത് തുറന്നു നോക്കുമ്പോഴാണ് എന്താണ് അതിൽ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. ഒരു മനുഷ്യൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു പുസ്തകമാണിത്, ഞങ്ങൾ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, സൗകര്യം ഉണ്ടാവും ഇനി ഞങ്ങൾ തിരുത്തും. ഇങ്ങനെ വിശുദ്ധമായ പാരമ്പര്യമായ ദീനനുസരിച്ച് ജീവിക്കുന്ന കേരളീയ മുസ്ലിമീങ്ങളിൽ വ്യാപകമായ ശൈഥില്യമുണ്ടാക്കി, അനൈക്യമുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. ഈ പറയപ്പെട്ട മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി, തെബിലീഗുകാരൻ, അതുപോലെ ഖാദിയാനിക്കാരൻ, ചേകനൂർക്കാരൻ, ഇനി വല്ല അലവരാതിണ്ടെങ്കിൽ ഓലും അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാരിയാക്കൾ എന്ന് പറഞ്ഞ ടീം. മുടിന്റെ ആൾക്കാർ എന്നതിന്റെ മലയാളം. ഓരിവിടെ കേരളത്തിന്റെ മണ്ണിൽ വ്യാപകമായ ശൈഥില്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സംഘടനാപരമായിട്ട് പുറമെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേരളീയ മുസ്ലിമീങ്ങൾ ഇത്രയും ഐക്യത്തിൽ, ഒത്തൊരുമയോടെ, ഐക്യത്തിൽ ഒരു കെട്ടുറപ്പോടെ നീങ്ങിയിരുന്നൊരു കാലഘട്ടം, സുവർണമായൊരു കാലഘട്ടം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രാജകീയമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ വാഴക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ടിയത്ത് ഉസ്താദും, കോഴിക്കോട് വരക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പണ്ഡിത ലോകത്ത് സൂര്യതേജസ് ശൈഖുനാ ശംസുൽ ഉലമയും നേതൃത്വം നൽകിയിരുന്ന സമസ്തയുടെ സുവർണമായ ഒരു കാലഘട്ടം. വ്യാപകമായ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി മഹല്ലുകളെയും നാടുകളെയും ഛിദ്രതയിലൂടെ തകർത്തെറിഞ്ഞു ആ വിഭാഗക്കാർ. ഇന്നും അതിന്റെ അനന്തരഫലം കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആഴമേറിയ മുറിവുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്ത് തൃശൂർ ജില്ലയിൽ ആ വിഭാഗക്കാർ സമസ്ത ഉലമാ സമ്മേളനം നടത്തി വ്യാപകമായ തെറ്റിദ്ധാരണകൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു മുസീബത്താണ് പടച്ചോനേത്. സമസ്ത ഉലമാ സമ്മേളനം ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേക ബുദ്ധി സാധാരണക്കാർക്കും അല്ലാത്തവർക്കും വളരെ വ്യാപകമായി വേണ്ട ഒരു സാഹചര്യമാണത്. 1926 നേരത്തെ ബഹുമാനപ്പെട്ട ദാരി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 1-ാം നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ 1934/35 നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അർത്ഥസംഘക്കിടയില്ലാത്ത വിധം കേരളീയ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യത നേടിയ, ആഴമേറിയ സ്വീകാര്യത നേടിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണ്. ഞങ്ങൾ അതിന് പകരം വേറെ സംഘടന രൂപീകരിച്ചവരാണ് എന്ന് വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതെന്താ, നിങ്ങൾ സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ ഉണ്ടാക്കിയ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോ ആണിത്. ഇത് കോടതിയിൽ ഞങ്ങൾ പകർപ്പ് വാങ്ങിയതാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോ. ഈ ബൈലോയുടെ 2-ാമത്തെ പേജിൽ എം എന്ന് നമ്പർ ഇട്ടിട്ട് കാണാം. എം എന്ന് നമ്പർ ഇട്ടിട്ട് എന്താ ഇതിലെഴുതിയ? നിങ്ങൾ ഈ സംഘത്തിന് അഥവാ
സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടായിരിക്കുകയുള്ളൂ. ഇവർ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പേര് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നല്ല. ഇതവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോയാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശരിയായ വഴിയിൽ നിന്ന് മാറി നിന്നവരാണ് എന്നതിന് ഒരുപാട് രേഖകൾ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസ് ആണിത്. മറുവിഭാഗത്തിന്റെ ബഹുമാനപ്പെട്ട ശൈഖുന ചേലക്കാട് ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ആരോഗ്യവും സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്ദി ദാറുസ്സലാമിൽ പഠിക്കുന്ന അന്ന് വിദ്യാർത്ഥിയുടെ കലാമത്സരത്തിൽ അന്ന് പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് സമ്മാനം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ചേലക്കാട് ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ഈ സുന്നി വോയിസിലുള്ളത്? ഇതിന്റെ 23-ാമത്തെ പേജ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമായി കൊടുത്തിട്ടുണ്ട്. എന്താ അതിൽ എഴുതിയത് അറിയങ്ങള്? ആദർശ ജാഗരണത്തിന്റെ നാളുകൾ എന്നൊരു ഹെഡിങ് കാണാം. എന്താ എഴുതിയത്? തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. ഞങ്ങളാണ് സമസ്തക്കാരെന്ന് എങ്ങനെ ഇത് വെച്ചിട്ട് പറയാ? ഞങ്ങളതിന് ഇറങ്ങിപ്പോകുന്നത് ആദർശാധിഷ്ഠിതമായ വഴിപിരിയലാണ്. നമുക്ക് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാളും നല്ലത് ഇത്തരം ഒരു വഴിപിരിയലായിരുന്നു. ഇതിന്റെ പച്ച മലയാളം എന്താ അറിയോ? കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും പാണക്കാട് തങ്ങന്മാരുടെയും കൂടെ ഇരുന്നാൽ ദീന് തകർന്നു പോകും. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ദീന് തകർക്കുന്നതിനേക്കാളും നല്ലത് ഇറങ്ങിപ്പോരലായിരുന്നു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് കാന്തപുരത്തിന്റെ പ്രസംഗം ലേഖനമായി കൊടുത്ത ഒറിജിനൽ സുന്നി വോയിസ് ആണിത്. ഇവർക്ക് അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെടാൻ കഴിയും? അതൊക്കെ സമസ്തയുമായിട്ട് ബന്ധമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇനി ഇത് കണ്ടോ നിങ്ങള്, 2015 മാർച്ച് മാസം പുറത്തിറങ്ങിയ റിസാലയുടെ ഒറിജിനൽ പതിപ്പാണിത്. റിസാല, ഇതിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഒരു അഭിമുഖമുണ്ട്. സുദീർഘമായ ഒരു അഭിമുഖം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ അഭിമുഖത്തിൽ അദ്ദേഹം എഴുതിയ പ്രധാന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇറങ്ങിപ്പോന്ന ശേഷം, അതായത് സമസ്തത ഇറങ്ങിപ്പോന്നു. കാന്തപുരം അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ഏതാനും ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്നു. 34ഓളം വരുന്ന സമസ്തയുടെ മുശാവറക്കെതിരെ ശക്തമായ കരുനീക്കം നടത്തി. എന്നിട്ട് പറയാൻ പൊന്മള എഴുതാൻ, ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നേരെ വക്കീലിനെ സമീപിച്ചു. പൊന്മള എഴുതിയതാണ്. ഞങ്ങൾ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക. അഥവാ ഉള്ളാൽ തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെതിരെയും കാന്തപുരം ശംസുൽ ഉലമക്കെതിരെയും കേസ് കൊടുക്കുക. 2, രണ്ടാമത്തെ മാർഗം മുശാവറ കയ്യേറുക എന്നതായിരുന്നു. മുശാവറ കയ്യേറുക എന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദ് അധ്യക്ഷനും ശംസുൽ ഉലമ മുഖ്യപ്രഭാഷകനും മറ്റുള്ള സമസ്തയുടെ 38 തികഞ്ഞ ആലിമീങ്ങൾ പങ്കെടുക്കുന്ന ആ മുശാവറ കയ്യേറി മിനിറ്റ്സ് പിടിച്ചു വാങ്ങി അവരെ ആട്ടിയോടിക്കണമെന്ന് ഞങ്ങളോട് വക്കീല് പറഞ്ഞു എന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണിത്. ഇതടിസ്ഥാനത്തിൽ എങ്ങനെയാണ് യഥാർത്ഥമായ സമസ്ത ഞങ്ങളുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നത്? സമസ്ത എന്നുള്ള പേരാണോ? ആ പേരിൽ ഇവിടെ പല ജാതി സംഘടന ഉണ്ട്. 1926 രൂപീകൃതമായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായ, ഇന്ന് ബഹുമാനപ്പെട്ട ധാർമ്മിക തങ്ങൾ ഉസ്താദ് എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകുമാറാകട്ടെ, തങ്ങൾ ഉസ്താദ് വരെ എത്തി നിൽക്കുന്ന 926 വരക്കൽ തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സംഘടന അതാണ്. 2, 1989 ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റും കാന്തപുരം സെക്രട്ടറിയും ഇന്ന് ഈ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റ് ആയിട്ടുള്ള സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ
വരക്കൽ തങ്ങളുടെ സംഘടനയുമായി ഈ പറയപ്പെട്ട കുരുത്വപരമായ, പൊരുത്തപരമായ, ആദർശപരമായ, നിയമപരമായ സാധുതയില്ലാത്ത സംഘടന സുന്നി ജമിയത്തുൽ ഉലമ. മൂന്നാമത്തെ സംഘടന സമസ്ത കേരള നായർ മഹാസമാജം. അതും കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമസ്തയാണ്. 1914 മന്നത്ത് പത്മനാഭനാൽ ഉണ്ടാക്കപ്പെട്ടതും അതിന്റെ 24ാമത്തെ പ്രസിഡന്റ് നരേന്ദ്രനാഥൻ നായരുമായിട്ടുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള നായർ മഹാസമാജം. ഓർക്കും അറിയാലോ ഞങ്ങളും സമസ്തയാണ്. പക്ഷേ ആ സമസ്തയും മേൽപ്പറഞ്ഞ സമസ്തയും ആദ്യം പറഞ്ഞ സമസ്തക്കുള്ള അടിസ്ഥാനപരമായ യോഗ്യതകളില്ല എന്ന് വർത്തമാന കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങളും വിഷയങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശൈഥില്യങ്ങൾ, പ്രശ്നങ്ങൾ കേരളീയ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായത് നമ്മൾ അതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ. എന്ത് നേട്ടമുണ്ടായി? നേട്ടത്തിനപ്പുറത്ത് കോട്ടങ്ങളുടെ കഥകൾ മാത്രം പറയാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലുഷിതമായ സാഹചര്യം. പെരുന്നാളുകൾ ഒരു ദിവസം ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കേണ്ടവർ ഒരു ദിവസം ഒരു വീട്ടിലെ ഒരാൾക്ക് പെരുന്നാളെങ്കിൽ ആ വീട്ടിലെ മറ്റൊരംഗത്തിൽ നോമ്പ് നോൽക്കുന്ന ഒരു സാഹചര്യം. ഖാദിക്ക് പകരം ഖാദി, ജുമുഅക്ക് പകരം ജുമുഅ, പള്ളിക്ക് പകരം പള്ളി, ഖുതുബിയത്തിന് പകരം സ്വലാത്ത്, സ്വലാത്തിന് പകരം ബദർ മൗലിദ്, മജ്ലിസുന്നൂറിന് പകരം മറ്റൊരു മജ്ലിസുന്നൂർ. സുബ്ഹാനല്ലാഹ്. മലക്കൾ പരക്കം പായേണ്ടി വരും ഇങ്ങനത്തെ സാഹചര്യം കേരളത്തിലുണ്ടായാൽ. ആ ഒരു സാഹചര്യം കേരളത്തിലുണ്ടാക്കി സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ബന്ധവൈരികളാക്കി ഈമാൻ തകർത്ത് നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഇത്തരം സംഘടനകൾ എന്തിനു വേണം? വിശുദ്ധ ഖുർആനിൽ 6600 ചില്ലാനം ആയത്തിൽ ഒരായത്ത് പരിശോധിച്ചാൽ ഞാൻ സ്വർഗം നിറക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഞാൻ നരകം നിറക്കുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തിൽ കടക്കുന്നവർക്കുള്ള ഔസ്വാഫുകൾ, ഗുണഗണങ്ങൾ എന്താണ് അല്ലാഹു പറഞ്ഞത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നല്ല ഹൃദയമുണ്ട്, ആ പഹയന്മാർ നല്ലത് ചിന്തിക്കൂല, കുരുട്ട് ബുദ്ധിയെ ചിന്തിക്കുള്ളൂ. നല്ല കണ്ണുണ്ട്, നല്ലത് കാണൂല. നല്ല കാതുണ്ട്, നല്ലത് കേൾക്കൂല. ഇങ്ങനെ ഫിത്നയും ഫസാദുമായി സംഘടനാപരമായ നിലനിൽപ്പിന് സംഘടനയുടെ ശക്തമായ വാക്താവാണെന്ന് പറയാൻ ഏത് സത്യത്തെയും കണ്ണടച്ചിരുട്ടാക്കി നാട്ടിൽ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പടപ്പുകളെ പേടിക്കണ്ട, പടച്ചവനെ പേടിക്കണ്ടേ? പടപ്പുകളെ പേടിച്ചില്ലെങ്കിലും പടച്ചവനെ പേടിക്കണ്ടേ? കുരുത്തവും പൊരുത്തം വേണമെന്ന് പ്രസംഗിച്ച് നടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സ്വന്തം ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, കോളേജുകളിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, പവിത്രമാക്കപ്പെട്ട 4 മദ്ഹബിലും നിനക്ക് ഫത്വ കൊടുക്കാൻ നീ യോഗ്യനാണെന്ന സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ബിസ്മി ചൊല്ലിക്കൊടുത്ത യോഗ്യന്മാരായ പണ്ഡിതന്മാർ അവരുടെ കുരുത്തക്കേട് ഹോൾസെയിലായി വാങ്ങി വെച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? അതിവർത്തമാന കേരളത്തിലെ സംഘടനാപരമായ ചരിത്രത്തിൽ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് തങ്ങളെ പഠിപ്പിച്ച ഗുരുവര്യരുടെ കുരുത്തവും പൊരുത്തവും കൈവശപ്പെടുത്തിയതാണ്. ചേകനൂർ മൗലവി ഇന്നും മാന്തിയിട്ടില്ല, തുമ്പവലാവാല, ഒരു തുമ്പും പോലും കിട്ടിയിട്ടില്ല. അത് കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേടിന്റെ അങ്ങേ അറ്റത്തിന്റെ അടയാളമാണ്. ഇത് രണ്ടും കേരളത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. മഹിതമായ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1500 കൊല്ലത്തെ പാരമ്പര്യമായ വിശ്വാസം ശൈഥില്യമില്ലാതെ, മാറ്റിത്തിരുത്തലുകളില്ലാതെ, മാറ്റിമറിക്കലുകളില്ലാതെ പാരമ്പര്യമായ വിശ്വാസം അതിന്റെ തനതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രത്യേകപരമായ ശക്തമായ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഈ വിശ്വാസ സംഹിതകളെ ഇവിടെ സംരക്ഷിച്ചു പോന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ശക്തമായ മതിൽക്കെട്ടിനുള്ളിൽ സുഭദ്രമായി നിൽക്കുന്ന ഈ മഹിതമായ സംഘടനയെയും ഇതിന്റെ വിശ്വാസ പാരമ്പര്യത്തെയും
നമ്മൾ നെഞ്ചേറ്റി ഇതിന്റെ ഖാദിമുകളായി മഹാന്മാരായ ഉസ്താദുമാരുടെ, മഹാന്മാരായ നേതാക്കന്മാരുടെ, മഹാന്മാരായ സാദാത്യങ്ങളുടെ കുരുത്തവും പൊരുത്തവും വാങ്ങി അവരുടെ ഇഷ്ടം സമ്പാദിച്ച പ്രവർത്തകന്മാരായി സമസ്തയുടെ ഖാദിമികളായി പ്രവർത്തിക്കാനും ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാനും പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.